കേരളത്തിൽ അടുത്ത കാലത്ത് ഏറ്റവും വലിയ വഞ്ചന നടത്തിയ യുവജന സംഘടന ഏതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: യൂത്ത് കോൺഗ്രസ്. ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ അക്കൗണ്ടിൽ 88,68,827 രൂപയുണ്ട്. ഞങ്ങൾ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ വീടുകൾ 6 മാസത്തിനുള്ളിൽ, ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത് ഞങ്ങൾ 8 ലക്ഷം രൂപയുടെ വീട് നിർമ്മിച്ചു നൽകുന്നതാണ്. ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത് ആ 8 ലക്ഷം രൂപയുടെ വീടുകൾ 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് ആളുകൾ. വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനം നൽകി പണം പിരിച്ച് പുട്ടടിച്ചിട്ട് ഇപ്പോൾ പുതിയ കള്ളങ്ങളുമായി ഈ ടീം രംഗത്തെത്തിയിട്ടുണ്ട്. നൂറ് പ്ലസ് 100 പ്ലസ് 30 എത്രയാണ്? എന്നാൽ നിങ്ങൾക്ക് ഉത്തരം തെറ്റി. 100 തന്നെയാണ് ഇതിനുള്ള ഉത്തരം. എങ്ങനെയാണ് ഈ കണക്ക് വന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ KPCC 100 വീട്, രാഹുൽ ഗാന്ധി 100 വീട്, യൂത്ത് കോൺഗ്രസ് 30 വീട്. ഇതായിരുന്നു പ്രഖ്യാപനം. ടോട്ടൽ 230 വീട്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസുകാർക്ക് രാഹുൽ ഗാന്ധിയുടെ 100 വീടില്ല, യൂത്ത് കോൺഗ്രസിന്റെ 30 വീടുമില്ല. ആകെയുള്ളത് KPCCയുടെ 100 വീട് മാത്രം. ഇത് കൂടാതെ വേറെയും കുറച്ച് പച്ചക്കള്ളങ്ങളുമായി യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷത്തു നിന്നും DYFI മാത്രമാണ് CMDRFിലേക്ക് സംഭാവന കൊടുത്തതെന്നാണ് അടുത്ത ഒരു പച്ചക്കള്ളം. എന്നാൽ ചെറിയ ചില കണക്കുകൾ കൂടി നിങ്ങൾ കേൾക്കണം. ഇടതുപക്ഷത്തു നിന്നും CMDRFിലേക്ക് സംഭാവന കൊടുത്തവരുടെ ചെറിയൊരു കണക്ക് ഞാൻ ഇനി പറയാം. KSTA 1 കോടി, KCEU 1 കോടി, ദേശാഭിമാനി പത്രത്തിലെ ജീവനക്കാർ 50 ലക്ഷം, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി 35 ലക്ഷം, CPIM കേരള സംസ്ഥാന കമ്മിറ്റി 25 ലക്ഷം, CPIM തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി 10 ലക്ഷം, CPIM ത്രിപുര സംസ്ഥാന കമ്മിറ്റി 10 ലക്ഷം, മന്ത്രിമാരുടെ 1 മാസത്തെ ശമ്പളം, CPIMന്റെ രാജ്യസഭ ഒപ്പം ലോക്സഭ MPമാരുടെ 1 മാസത്തെ ശമ്പളം, CPIM MLAമാരുടെ 1 മാസത്തെ ശമ്പളം. ഇത് കൂടാതെ ഇടതുപക്ഷത്തിന്റെ പ്രവാസി സംഘടനകൾ, പാർട്ടി പ്രവർത്തകർ, അങ്ങനെ നിരവധി ആളുകളാണ് സഹായഹസ്തമായി CMDRFിലേക്ക് സംഭാവന നൽകിയത്. എന്നാൽ കോൺഗ്രസ് എന്താണ് ചെയ്തത്? മുഖ്യമന്ത്രിയുടെ ദുരന്തബാധിത സഹായ ഫണ്ടിലേക്ക് ഒരു നയ പൈസ സംഭാവന നൽകരുതെന്ന ക്യാമ്പയിനായിരുന്നു കോൺഗ്രസ് നടത്തിയത്. എന്നിട്ട് ഇവർ എന്ത് ചെയ്തു? സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന ആപ്പ് റിലീസ് ചെയ്തു. അതുവഴി ഫണ്ട് പിരിവ് നടത്തുകയും ചെയ്തു. ഇപ്പൊ ഞങ്ങളുടെ അക്കൗണ്ടിൽ 88,68,827 രൂപയുണ്ട്. യുവജന സംഘടനയായ DYFI 20 കോടിയാണ് വയനാട് വീട് നിർമ്മിക്കുന്നതിനായി സർക്കാരിന് കൈമാറിയത്. ആക്രി പെറുക്കിയും പഴയ ന്യൂസ് പേപ്പർ വിറ്റും തട്ടുകട നടത്തിയുമൊക്കെയാണ് ആ തുക DYFI സമാഹരിച്ചത്. ബിരിയാണി ചലഞ്ചും പിരിവുകളുമൊക്കെ യൂത്ത് കോൺഗ്രസും നടത്തിയിരുന്നു. പക്ഷേ പിരിച്ച പണം എവിടെയെന്ന് മാത്രം കോൺഗ്രസുകാർക്ക് അറിയില്ല. 1 കോടി 20 ലക്ഷം രൂപ കയ്യിലുണ്ട് എന്ന അവകാശവാദം നേതാക്കൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും രേഖകൾ ഒന്നുമില്ല. അതേസമയം വയനാടിനായി പിരിച്ച ഫണ്ട് നേതാവായിരുന്നവർ തട്ടിയെടുത്തു എന്ന് യൂത്ത് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പരാതികളും ഉയർന്നിട്ടുണ്ട്. എന്നാലും തങ്ങളുടെ കയ്യിലെ പണത്തിന്റെ കണക്കോ എന്ന് വീട് വെച്ചു കൊടുക്കുമെന്ന് വ്യക്തമാക്കാനോ യൂത്ത് കോൺഗ്രസ് തയ്യാറായിട്ടില്ല. സാധാരണക്കാർ നിങ്ങളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. രാഹുൽ ഗാന്ധിയുടെ 100 വീട് എവിടെ? KPCCയുടെ 100 വീട് എവിടെ? യൂത്ത് കോൺഗ്രസ് പിടിച്ച പണം എവിടെ? യൂത്ത് കോൺഗ്രസ് പറഞ്ഞ വീടുകൾ എവിടെ? ഈ ചോദ്യങ്ങൾക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറഞ്ഞേ തീരൂ.